നമസ്കാരം. എല്ലാവർക്കും ഷാബിഷരെയും മൊയ്തീൻ ഷായുടെയും അഭിനന്ദനങ്ങളും ആശംസ. വളരെ ദുഃഖത്തോടു കൂടി ചില സത്യങ്ങൾ തുറന്നു പറയുകയാണ്. അതിന് വ്യക്തിപരമായിട്ടോ ഗ്രൂപ്പ് പരമായിട്ടോ എന്നോടോ എൻ്റെ ഗ്രൂപ്പിനോടോ മറ്റൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. യാഥാർത്ഥ്യം പറയാതിരിക്കും വയ്യ. അത്ര കണ്ട് വിഷമമുണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ. ഇനി കോൺഗ്രസ് ചെയ്യാനുള്ള ഏക വഴി റോബർട്ട് വധേരെ AC പ്രസിഡൻ്റാക്കി ആ പടം മടക്കി വയ്ക്കുക, അല്ലെങ്കിൽ ഇന്ത്യൻ നാഷണൽ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും ഈ രണ്ട് പേരിലുള്ള ചില നേതാക്കളാണ് ഇന്ത്യയിൽ BJPയെ ഇത്ര പെട്ടെന്ന് ഇത്ര വേഗത്തിൽ അധികാരത്തിലെത്താൻ. രണ്ടും ബുദ്ധിശൂന്യരാണ്. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന അത് പാർട്ടി അതമ്പതിച്ച് ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായി. ആ നേതാക്കളുടെ ബുദ്ധിമോശം. കത്തോലിക്ക സോണിയാഗാന്ധിയുടെ മകളും മകനും കാണിക്കുന്ന അറിവില്ലായ്മയും മണ്ടത്തരവും രണ്ടും നശിപ്പിച്ചതാണ്. ഇപ്പോൾ ലാസ്റ്റ് കേരളത്തിൽ 2 ടേം LDF ഭരിക്കുകയാണ്, പിണറായി വിജയൻ ഭരിക്കുകയാണ്. 3ാം ടേം എങ്ങനെയും ഒപ്പിച്ചെടുക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേ രാഹുലിൻ്റെ ഇന്നത്തെ പ്രസ്താവന ഇന്നലത്തെ ആയിട്ട് ഞാൻ മനസ്സിൽ കാണുന്നത് CM സുധീരനെയാണെന്ന് എഴുതി തള്ളി എല്ലാം ഒതുങ്ങി വീട്ടിൽ സ്വസ്ഥമായിരിക്കും പാവ മനുഷ്യൻ. ആള് വ്യക്തിയായിട്ട് കുഴപ്പക്കാരല്ല. ഞാൻ ഇവിടെ വ്യക്തിയായിട്ട് കുഴപ്പക്കാരാണ് ആന്റണി. എന്താ കുഴപ്പമുള്ളത്? ഒരു ശല്യമില്ല, ആർക്കും ഒരു ഉപകാരമില്ലെന്നുള്ളൂ, ഒരു ഇതുമില്ല. പക്ഷെ ഇപ്പം അതുപോലെ രാഷ്ട്രീയത്തിൽ അപ്പം അറിയാമല്ലോ രാഹുൽ ഗാന്ധിയുടേതാണ്. കാരണം ഈ ഇലക്ഷൻ തോറ്റ് കഴിയുമ്പോൾ ആ കുറ്റം ഈ കുറ്റം മറ്റേ കുറ്റം വോട്ടർ ലിസ്റ്റും ചേർത്തില്ല, അതൊക്കെ ശരിയാണെന്നേ. അത് അവർ പോകുന്ന സംഘപരിവാർ ശ്രമിക്കുക, അവർക്ക് ഭരണം നിലനിർത്താനാണ്, ഭരിക്കാൻ വേണ്ടിയാണ്. അത് ഏതറ്റം വരെ അവർ പോകും. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഇന്ത്യ മുന്നണി നയിക്കുന്ന നേതാക്കളുടെ കുഴപ്പമല്ലേ. എന്തുവാകട്ടെ, പേരിനെങ്കിലും ഒരു മുന്നണി സമ്പ്രദായം വന്നു ഇന്ത്യയിൽ. അത് പേരിട്ട് തന്നെ കലക്കി കളഞ്ഞ് തെറ്റാണ് എങ്കിൽ പോട്ടെ, ഇന്ത്യ മുന്നണി പേരിട്ട് തുടങ്ങി. അത്രയും സൗകര്യം കിട്ടിയിട്ട് ഇന്നത്തെ കോൺഗ്രസ് ഏറ്റവും വലിയ നേതാവായി രാഹുൽ ഗാന്ധിക്ക് ആ സഖ്യത്തെ പിടിച്ചു നിർത്താൻ പറ്റില്ലെങ്കിൽ, ഞങ്ങൾ ദിവസങ്ങൾക്ക് മുമ്പ് പറഞ്ഞു, ഡൽഹി ഇലക്ഷനിൽ പ്രതിപക്ഷത്തെങ്കിലും ആയില്ലെങ്കിൽ ദയവ് ചെയ്ത് രാഹുലെ സോണിയ കുടുംബം വഴിയൊന്നും മാറിക്കൊടുക്കണം. അതിനുമ്പോൾ പല കാരണങ്ങളുണ്ട്. 541 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗിന്റെ കാലിനടിയിൽ വന്ന് 4 ലക്ഷം പൂരം ജയിച്ച് ആർമാദിച്ച ആ ഇതുണ്ടല്ലോ, അതോടുകൂടി തീർന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും സോണിയ കോൺഗ്രസും കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്നത്. കത്തോലിക്ക കോൺഗ്രസോട് ഇന്ത്യ ഭരിക്കാൻ പറ്റുമോ? 2% ഇന്ത്യയിൽ ആകെ ജനസംഖ്യയിൽ ക്രിസ്ത്യാനികൾ, പിന്നെ ന്യൂനപക്ഷങ്ങൾ, അതിന് 20% മുസ്ലിങ്ങൾ. അവർക്ക് വേറെ ഒരു വഴിയില്ലാത്തൊരു പേരിൽ കോൺഗ്രസിനായിട്ട് അറിഞ്ഞോ അറിയാതെ വോട്ട് ചെയ്യാൻ വേറെ ഒരു മാർഗ്ഗമില്ല ഇന്ത്യയിൽ. 2% ക്രിസ്ത്യാനി വോട്ട് കിട്ടി ജയിക്കാൻ പറ്റുമോ? ഹിന്ദുക്കളെ സംബന്ധിച്ച് നിങ്ങൾ ഈ രാഹുൽ ഗാന്ധി പ്രിയങ്ക അവർ കണക്കാക്കുന്നത് ക്രിസ്ത്യാനിയായിട്ട് കത്തോലിക്കായിട്ട് കാണുന്നുള്ളൂ, ഒരു ഹിന്ദു നേതാവായിട്ട് കാണുന്നില്ല. അത് ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കും പ്രതിപക്ഷ നേതാക്കൾക്കും മനസ്സിലാകുന്നിടത്താണ് അപകടം ഇപ്പം തീരുന്നത്. ഞങ്ങളിപ്പോൾ ഗ്രൂപ്പിന് മനഃശാസ്ത്ര ഗ്രൂപ്പ്, സൈക്കോളജി, പിന്നെ ഫിലോസഫി, ശാസ്ത്രീയം, ഇതൊക്കെ അറിയുന്നത് ഞങ്ങളുടെ ഗ്രൂപ്പിൽ മനസ്സിലാകുന്നുണ്ട്. ഞങ്ങളിപ്പോൾ ആയിരക്കണക്കിന് ഗ്രൂപ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും കോൺഗ്രസ് മനസ്സിലാകുന്നില്ല. ഇവിടെ സോണിയാഗാന്ധിയോട് വലിയ എതിർപ്പുണ്ടോ, അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമുദായം വലിയ എതിർപ്പുണ്ടോ? ഇനി രാഹുൽ ഗാന്ധിയോട്ടോ അല്ലെങ്കിൽ പ്രിയങ്ക ഞങ്ങൾക്ക് വലിയ എതിർപ്പുണ്ടോ? ഒരു എതിർപ്പുമില്ല. എതിർക്കുന്ന കാര്യം എന്ത്? പക്ഷെ എതിർക്കാതെ കാര്യമാണ്. നമ്മൾ രാഷ്ട്രം നിലനിൽക്കണ്ടേ, പാർട്ടി നിലനിൽക്കണ്ടേ? 5 വർഷം മുൻപ് അറിയാമായിരുന്നു പാർലമെന്റ് ഇലക്ഷൻ അസംബ്ലി ഇലക്ഷൻ ഡൽഹിയിൽ നടക്കുമെന്ന്. എന്തെങ്കിലും ഒരു സന്നാഹം കോൺഗ്രസ് നടത്തിയിരുന്നു? അനങ്ങാൻ പറ്റാതെ ഗാർഗെ കൊണ്ടുവന്ന് ഏൽപ്പിച്ച്, പിന്നെ KC വേണുഗോപാലെ ഏൽപ്പിച്ച്. KC വേണുഗോപാലൊക്കെ നിർഗുണ, യാതൊരു കഴിവില്ലാത്ത ആളാണ്. ആള് കുഴപ്പക്കാരൊന്നുമില്ല, കഴിവില്ല രാഷ്ട്രീയത്തിൽ.
അല്ലെങ്കിൽ ഗോവയിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ പോയപ്പോൾ എന്താ ചെയ്ത് ഗോവയിലും ഒരു പഞ്ചാബുകാരനെ വിട്ടില്ല, രാഹുലിനെയും പിന്നെ വേണുവിനെയും ഒരു പഞ്ചാബുകാരനെയും അവരവിടെ ചെന്ന് ആർമാദിച്ച് പാന്നിട്ട് എന്നുകൊണ്ടോ നോക്കി നോക്കുമ്പോൾ രാത്രി മന്ത്രിസഭ രൂപീകരിച്ച അമിത്ഷാ പോയി. അതാണ് കേസ് വേണുവല്ലായിരുന്നു. ഇപ്പോൾ സുധീറിൻ്റെ കാര്യം നിങ്ങൾക്ക് എന്ത് ഇത് മനസ്സിലാകാത്തത്? അല്ലെങ്കിൽ 543 സീറ്റിൽ ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രതിനിധി എന്നതിൽ ഏറ്റവും ഉന്നത നേതാവ് നിങ്ങൾ കേരളത്തിൽ മത്സരിക്കാവോ? നിങ്ങൾ UP-യിലോ ഡൽഹിയിലോ മത്സരിക്കണ്ടേ? ഡൽഹിയിൽ നിന്ന് 2 സീറ്റുകൾ മത്സരിച്ച് അതിന്റെ പാർലമെന്റ് എത്താൻ നിങ്ങൾ ശ്രമിക്കണ്ടല്ലേ? അല്ലെ നിങ്ങളുടെ ഉപദേശിച്ച് നടക്കുന്ന ദുഷ്ടന്മാര് ഇത് സംഘപരിവാറിൽ നിന്ന് കോടികൾ വാങ്ങിച്ച് ആണ് ഈ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം, ഞങ്ങളുടെ ഗ്രൂപ്പ് ഒരു കാര്യം പറഞ്ഞു, രാഹുൽ ഗാന്ധി നല്ലവനാണ്. ആ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ മുമ്പ് പറഞ്ഞ് ഞങ്ങൾ ഇതിൽ മാറാൻ പോകണം, അമ്മയെ ഞാൻ മാറ്റാണ്, ഞങ്ങൾ മാറും, നിങ്ങൾ ആരെയും നടത്തിക്കോന്ന് പറഞ്ഞു. നല്ല മനുഷ്യനാണ് പക്ഷെ. അപ്പോൾ ഒരു അപകടം മനസ്സിലാക്കി സംഘപരിവാർ. ആ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യയുടെ പലപ്പോഴും ലീഗും മാറിയപ്പോൾ അവർക്ക് പ്രചരിപ്പിക്കാൻ എന്താ ഉള്ളത്? ഒന്നുമില്ല. അതിനെ അവർ ഊതി വീർപ്പിച്ചാണ് കഴിഞ്ഞതിന് മുമ്പിലത്തെ പാർലമെന്റ് ഇലക്ഷൻ 100ഓളം സീറ്റ് കോൺഗ്രസ് പോയത്. അങ്ങനെയൊക്കെ 5000 കോടി മുടക്കി ഈ രാഹുൽ ഗാന്ധി കോർപ്പറേറ്റെ കൊണ്ട് പദയാത്ര നടത്തിയ ആരാണ്? ആ ഗ്രൂപ്പും ആ ഗ്യാങ്ങുമാണ് ഇപ്പൊ ഡൽഹി ഇലക്ഷൻ കളിച്ചത്, കോടികളുടെ അഴിമതി നടക്കുന്നത്. അല്ലെങ്കിൽ എന്തെങ്കിലും പാടുപെട്ട് കെജ്രിവാളിനെ കൂട്ടുപിടിച്ചിട്ട് ഒരു 10 സീറ്റിൽ മത്സരിക്കാൻ പറ്റില്ല. ഇപ്പോൾ പറയുന്ന പോയിന്റ് കെജ്രിവാൾ അവിടെ നശിച്ചാലേ കോൺഗ്രസ് വളരുള്ളൂ. അങ്ങനെ ഒരു ഫിലോസഫി ഉണ്ട്, ഞങ്ങളത് എതിർക്കുന്നില്ല. പക്ഷെ അപ്പോൾ വന്നാരാ BJP-യിൽ വന്നേക്കാ, ഇനി BJP വിട്ടുപോരുമോ? ഏത് നില ഇനി BJP ഡൽഹിയിൽ നിന്ന് വിട്ടുപോകുന്നതുകൊണ്ടോ? അത് ബുദ്ധിയുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ഒരു 2 ഇന്നിപ്പോ ഞാൻ സങ്കടം കൊണ്ട് പറയും, തോറ്റ പ്രമുഖന്മാരുടെ ലിസ്റ്റ് ചാനൽ കണ്ടു. അത് ഒരാൾ ഒരു മുസ്ലിമിന് വരില്ല. 7 സ്ഥാനാർത്ഥി വെച്ചതാണ്, 7 സ്ഥാനാർത്ഥി ഉണ്ടായത് മുസ്ലിം. അതിന് അപ്രസക്ത ആൾക്കാരെ വെച്ചത്. 20% ഈ മുസ്ലിം സമുദായത്തെ ഈ രാഹുൽ ഗാന്ധി ഈ അന്തോണി കോൺഗ്രസും എന്താണ് ഇത്രയും കാലം ചെയ്തത്? ഈ അന്തോണി കോൺഗ്രസ് അറിയാലോ, രാഹുലിന് അറിയില്ല, അന്തോണിക്ക് അറിയാലോ. KICC പ്രസിഡന്റ് മൗലാന അബുൽ കലാം ആസാദ്, മൗലാനയാണ് അദ്ദേഹം. കോടീശ്വര വിദ്യാസമ്പന്നൻ, ഫിലോസഫിസ്റ്റ്, ശാസ്ത്രജ്ഞൻ, മനഃശാസ്ത്രജ്ഞൻ, നല്ല വിദ്യാഭ്യാസ വിദഗ്ധ. കുറ്റം പറയാൻ പറ്റുമോ? ആ മൗലാന അബുൽ കലാം ആസാദ് KICC പ്രസിഡന്റ് ആയ സമയത്താണ് കേരളത്തിൽ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ സാഹിബ് മറ്റുമിടുക്കിന് KPCC പ്രസിഡന്റ് ആയത്. നിങ്ങൾ മനസ്സിലാക്കരുത്, സ്വന്തം ഇന്ത്യയിലല്ല, പാകിസ്ഥാൻ ഇന്ത്യയിലല്ല പറഞ്ഞു, അതിൽ വിഭജിക്കാത്ത ഇന്ത്യയല്ല. സ്വതന്ത്ര ഇന്ത്യയിൽ മൗലാന അബുൽ കലാം ആസാദ് KICC പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് നമ്മുടെ അബ്ദുറഹ്മാൻ സാഹിബ് എന്നാണ് കേരളത്തിലെ KPCC പ്രസിഡന്റ് ആയത്. അങ്ങനെ അത്യുന്നതന്മാരിരുന്ന ഈ കസേരയിലേക്ക് ഈ 20% വരുന്ന മുസ്ലിങ്ങൾ സംസാരിക്കുമ്പോൾ രാഹുൽ അറിയില്ല, പ്രിയങ്ക അറിയില്ല. അവർക്ക് ജയിക്കണം, അതിന് ഈ കാക്കന്മാരെ വോട്ട് വേണം. അതിന് നിങ്ങൾ വന്ന് വയനാട്ടിൽ വന്നു എന്ത് വേണ്ടി സോണിയ കോൺഗ്രസ്, ഈ അന്തോണി കോൺഗ്രസ്, ഈ കത്തോലിക്ക കോൺഗ്രസ് ഇന്ത്യയിലെ 20% മുസ്ലിം സമുദായത്തോട് എന്ത് ചെയ്തിട്ടുണ്ട്? ഞാൻ ഒരിക്കൽ പറഞ്ഞു, അഹമ്മദ് സാഹിബ് പാർലമെന്റിൽ മരിച്ചപ്പോൾ അവർ വിട്ടുകൊടുക്കാൻ വേണ്ടി സോണിയാഗാന്ധി ചെയ്തുകൊണ്ട്, അതാണ് ആകെ മുസ്ലിങ്ങൾ ചെയ്ത സോണിയ ചെയ്തത്. എന്നിട്ട് ഇത്രയും കാലം മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കാത്ത കേരളം ഉൾപ്പെടെ. കഴിഞ്ഞ 2 ടേം വെച്ച് കേരളത്തിൽ 90% മുസ്ലിങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഈ കൈപ്പത്തിക്കും ഈ കോൺഗ്രസിന്, ഈ കത്തോലിക്ക കോൺഗ്രസ് ആയിരുന്നു. സംഘടന പറയാൻ ഞാൻ എന്ത് കൊടുത്തുകൊണ്ട് ഡൽഹിയില് തോറ്റ പ്രമുഖരുടെ കണ്ടപ്പോൾ ഒരു തോറ്റില്ലെങ്കിൽ ഒരാളുടെ പേരുണ്ട്, ജയിക്കേണ്ട പോട്ടെ, അതിലുപോലും അപ്രസക്തമായി വെച്ചത്. എന്നിട്ടിപ്പോൾ രാഹുൽ ഇപ്പോൾ പറയുന്നറിയോ, ഞാൻ എൻ്റെ മനസ്സിൽ കാണുന്നത് സുധീറിനെയാണെന്ന്. തീർന്നില്ല അതോടി. സുധീർ ആൾ മോശാലിട്ട് പറഞ്ഞ ആൾ ജീവിച്ച ആളാണ്, ഞാൻ പറയുമ്പോൾ സൂക്ഷിക്കണം. പക്ഷെ മോശാന്നല്ല പറഞ്ഞത്, അതൊന്നും സുധീറിൻ്റെ ആ ഒരു ഞാൻ ഈ ന്യൂസ് സ്ട്രീറ്റിൽ മുഴുവൻ കാക്കന്മാരായിരുന്നു. ഈ തലയൊക്കെ കാക്കന്മാരൊക്കെ യുഗം മാറി, ബിസിനസ് സ്റ്റൈൽ മാറി. അവരെല്ലാം കിട്ടി കാശ് കൊടുത്ത് പോയി. ഇപ്പോൾ കുന്നുങ്ങളത്തെ അച്ഛന്മാരുന്ന് അവർ ബിസിനസ് സ്റ്റൈൽ മാറ്റി. അവർ VM സുധീറിൻ്റെ സ്റ്റൈലൊക്കെ അല്ല, ഇപ്പോൾ രാഷ്ട്രീയം മാറി.
അല്ലെങ്കിൽ സുധീർ മോശമാക്കാൻ മനസ്സിലല്ല. എന്നിട്ട് കണ്ടുവയ്ക്കുന്ന ആൾ ഇതാണ്. അപ്പം അറിയാമല്ലോ രാഹുലിൻ്റെ ചിന്തത്തിലുള്ളത്. അത് ദയവ് ചെയ്ത് രാഹുലെ, സോണിയ കുടുംബവും നിങ്ങളും ദയവ് ചെയ്തൊന്ന് മാറി നിൽക്കുക. ഈ രാജ്യത്തെയും കോൺഗ്രസെയും ഇവിടുത്തെ 88% പിന്നോക്കത്തിൽ ന്യൂനപക്ഷങ്ങളെയും നിങ്ങൾ കൊല്ലാക്കല കൊടുക്കില്ലേ? പറഞ്ഞ മനസ്സിലാവട്ടെ. ഇപ്പം പറയുന്നത് രാഹുൽ ഗാന്ധി പദയാത്ര നടത്തിയിട്ടാണ് 199 സീറ്റായിട്ട് പാലൂരി കിട്ടിയെന്നാണ് ചില വ്യാഖ്യാനം. അത് വ്യാഖ്യാനം ഞാൻ ഉത്തരം പറഞ്ഞാണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ സംഘ് പരിപാലന ഒരു വിഭാഗത്തിന് ഞാൻ ദൈവമാണെന്ന് വരെ പറഞ്ഞിരുന്ന മോഡിയെ ഒന്ന് ഒതുക്കണം. അതും സംഘ് പരിവാർ അവിടെ വോട്ട് എതിർ ചെയ്തില്ല. ഒന്ന് ന്യൂട്രൽ നിന്ന് UP-യിൽ ആ ന്യൂട്രൽ ഇതിൻ്റെ ഫലമാണ് ഇത്രയും സീറ്റ് കിട്ടിയത്. അല്ല ഇവിടെ പറഞ്ഞ പിന്നെ സമാജ്വാദി പാർട്ടി പ്രവർത്തനം ഇവിടെ മറ്റുള്ള പ്രവർത്തനം ഒക്കെ എല്ലാം ഉണ്ട്, ഇല്ലെന്നില്ല. അത് മെയിൻ കാരണം സംഘപരിവാറിൻ്റെ ഈ ഒരു വിഭാഗത്തിന് നിസ്സഹകരണമാണ്, മോഡിയോടുള്ള നിസ്സഹകരണം, BJP-യോടല്ല. കാരണം മോദി വളർന്നു അവസാനം ആര്യ സമൂഹത്തിൻ്റെ ആര്യ സമൂഹത്തിൻ്റെ ബ്രാഹ്മണ സമൂഹത്തിൻ്റെ മേലധികാരികളുള്ള ഈ പൂജാരിവർ അതിന് മുകളിൽ ദൈവമായിട്ട് പോകുമ്പോൾ സഹിക്കുമോ? അങ്ങനെ വന്നപ്പോഴാണ് അവരൊന്ന് കഞ്ഞൂട്ടിൽ നിന്ന് അത് ചെയ്യാം. അത് മാറ്റി അവർ സംഘ് പരിവാർ സർവ്വതന്ത്രവും കുതന്ത്രവും അവർ കഴിവെല്ലാം എടുത്തു. കാരണം ഡൽഹിയും കൂടി കിട്ടിയില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. 17 വർഷമായിട്ട് ഡൽഹി 27 വർഷമായിട്ട് ഇല്ല, 27 വർഷമായിട്ട് ഡൽഹി ഇല്ല BJP-യുടെ അനുഭവിച്ചിട്ട്. അപ്പോൾ എടുക്കുന്നത് അത് മനസ്സിലാക്കിയ കേജ്രിവാൾ അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. അത് സംശയമൊന്നുമില്ല. അഹങ്കാരിയാണ്, ധിക്കാരിയാണ്. എവിടെ നോക്കിയത് ഒരു കേജ്രിവാളിന് ജനങ്ങളൊരു മാറ്റത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തപ്പോഴേ അയാളാണ് രാജാവ്, ഐ ആം ദി സ്റ്റേറ്റ് പറയും. അതായത് മണിമല 300 കോടിയായിട്ട് പഠിക്കും ഗ്ലാസ്സിൽ മാളികണ്ടായി താമസിക്കാണ് പറയുന്നത് പ്രതിപക്ഷം. ഞാൻ അന്നും പറയുന്നു, നമ്മുടെ മുൻ മന്ത്രി ജോസഫ് സാറിൻ്റെ വിമാനത്തിൽ അടുത്ത സ്ത്രീയുടെ ചീറ്റ പിടിച്ചാലും പറയുന്നറിയോ, അദ്ദേഹം അത് ചെയ്തെന്ന് ഞങ്ങൾ പറയണില്ല. പക്ഷെ അങ്ങനെ ആരോപണം വരാൻ പാടില്ല. അതുപോലെ ഈ കേജ്രിവാളിനെ കുറിച്ച് അഴിമതിക്കെതിരെ വന്ന കേജ്രിവാളിനെ കുറിച്ച് ഒരു അഴിമതി ആരോപണം വരാൻ പാടില്ലെന്ന് ചെയ്തെന്നുള്ളതല്ല. 300 കോടിയായിട്ട് വേണം മണിമാളിക, ഗ്ലാസ് മാളിക, ലോകത്തിൽ ഗ്ലാസ് മാളിക ഞാൻ കേട്ടിട്ടില്ല. കർണാടകയിൽ മഹലുണ്ട്, ഒരു രാജ്മഹൽ അതൊക്കെ കുറച്ച് ഗ്ലാസ്സൊക്കെ ഉള്ളതാണ്, മുഴുവൊന്നുമില്ല. ഇത് അതുപോലെ താമസിക്കുന്നു. സ്വർണത്തിൻ്റെ കക്കൂസയിൽ ക്ലോസിൽ സ്വർണത്തിനാണ്. പിന്നെ ഇവനെയൊക്കെ ജനങ്ങൾ തല്ലിക്കൊല്ലട്ടെ, സമയം കഴിച്ചിരിക്കല്ലേ. എന്തുമാട്ടെ, എന്നിട്ടും BJP ആണ് എതിർക്കേണ്ടെങ്കിൽ ഈ നന്ദിയില്ലാത്ത കലുഷിതമായ ഈ കേജ്രിവാളും ഈ മണ്ടനായ രാഹുലും കൂടി ഒരു ധാരണയെത്തി ഒരു 15 സീറ്റിൽ രാഹുൽ മത്സരിക്കും, കോൺഗ്രസ് മത്സരിക്കും, ബാക്കി 60 കയറി കൊടുക്കും. അപ്പോൾ 15 സീറ്റ് കിട്ടുകയും ചെയ്യും, BJP ഭരണത്തിൽ മാറുകയും ചെയ്യുമല്ലോ. അപ്പം നിങ്ങളുടെ ഉള്ളിൽ BJP വിരോധം എന്താണ്? അന്ന് ഷീല ദീക്ഷിത് സംഘപരിവാർ വേണ്ടി കൊയിലൂജാണ് അവസാനം മരിച്ചു പോയത്, കോടികൾ അഴിമതി ചെയ്ത്. ഇപ്പം മകനായിട്ട് ധാരണയെത്തി വന്നേ അത് എന്താണ് പറ്റുമല്ലോ, സന്ദീപ് ദീക്ഷിത്. ഇവർക്കെല്ലാം പിന്നോക്ക ദളിത് ന്യൂനപക്ഷങ്ങൾക്കൊന്ന് വായിക്കാൻ അവർക്ക് പക്ക ബ്രാഹ്മിൻസ് അവർക്കൊക്കെ അവരൊന്നുമില്ലേ. പിന്നെ വേറൊരു കാര്യമാണ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്, ഒരു 3 സീറ്റുകൾ ഡൽഹി കിട്ടിയതിനെ കോൺഗ്രസ്സിന്. അത് കളയാൻ കാരണം ഏതോ ഒരു കോന്തൻ മന്ത്രി കർണാടകയിൽ പറഞ്ഞു പശുക്കടത്തുകാരെ സംശയിക്കുന്നവരൊക്കെ വെടിവെച്ചുമല്ലോ എന്ന്. പശുക്കടത്ത് സംശയിക്കുന്നവരെ വെടിവെച്ചല്ലോ ഒരു മന്ത്രി പറഞ്ഞു കോൺഗ്രസിൻ്റെ. അപ്പം എന്ത് ചെയ്ത് കുറച്ചുകൂടി അനുഭാവികളുള്ള BJPക്ക് ഒന്നുകൂടി ഉറച്ച് മുസ്ലിങ്ങൾ വല്ലതും പുറത്തു പോവുകയും ചെയ്തു. ഇതാണ് കോൺഗ്രസ് ഒരു മന്ത്രി. ഇതാണ് രാജ്യത്തെ സംസ്ഥാന നേതാക്കൾക്ക് നിയന്ത്രിക്കാൻ കഴിവില്ലാത്ത ഈ ബുദ്ധിശൂന്യായ രാഹുൽ ഗാന്ധി മുന്നിൽ നിൽക്കുന്ന കാലം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസോ ഇന്ത്യയിലെ പ്രതിപക്ഷമോ ഒന്നും പ്രതീക്ഷിക്കാൻ നടക്കുകയില്ല. അത് മാറും, ചില സമ്മതിക്കില്ല. ഇന്നൊരു ചില തമാശ ഒരു കാക്കാണ്. ആ കാക്കെന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമേ രക്ഷയുള്ളൂ, കോൺഗ്രസ് മാത്രമേ രക്ഷയുള്ളൂ. ഒരു കാക്ക പറഞ്ഞു, അയാളുടെ പേര് കാക്ക എന്നാണ് പറഞ്ഞത്. തമാശ പോലെ കാര്യമാണ്. കോൺഗ്രസ് നമ്മൾ സ്നേഹിച്ചതിന് കുഴപ്പം, ഞാൻ കോൺഗ്രസ് സ്നേഹിക്കുന്ന ആളാണ്. പക്ഷെ മണ്ഡലത്തിനാണെങ്കിൽ വിളിച്ചു പറയണ്ടേ, ന്യൂനപക്ഷങ്ങൾക്ക് ആശ്രയിക്കാവുന്നത് അല്ലെങ്കിൽ ആശ്രയിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് ഇവർ കോൺഗ്രസ് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാം അവർക്ക് പ്രത്യേക താല്പര്യമില്ല. അത് പരിധിവരെ ശരിയാണ്. പക്ഷെ അത് കോൺഗ്രസ് മാത്രമുള്ളത് അത് തെറ്റാണ്. ഇവിടെ ഈ പറയുന്ന കാക്ക പറഞ്ഞ ഒരു കാര്യം വീണ്ടുപാട്, ഈ പറഞ്ഞ ഒരു നേട്ടം ഇന്ത്യയിലെ നോൺ മുസ്ലിമായ നേതാക്കളിൽ നിങ്ങൾ പറയുന്ന സംഘർഷമൊന്നുമില്ല. BJP നമുക്കല്ലേ BJP
അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കുഴപ്പമുണ്ടാവില്ല ഒന്നും ഒരു ചിന്തയൊന്നുമില്ല. അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, മനഃശാസ്ത്രം പറഞ്ഞതാണ്. അവർക്ക് BJP അവർക്ക് സ്ഥാനമാനം കിട്ടും, കാശും കിട്ടും. ഇപ്പം ജയിച്ചു കഴിഞ്ഞാൽ 100 കോടി കിട്ടിയെങ്കിൽ ജയിക്കാതെ 1000 കോടി കിട്ടാൻ അത് പോരെ. പിന്നെ ഇവരെന്ത് രാഷ്ട്രം, എന്ത് രാഷ്ട്രീയം, എന്ത് സമുദായം? അവരൊക്കെ 1000 കോടിയിട്ട് സ്വസ്ഥമായിരിക്കാൻ പാടില്ലേ? എന്തിനു വില കൊടുത്ത് വാങ്ങിയതാണ് BJP ഗവൺമെൻറ്, സംഘപരിവാർ. അതിനുള്ള സന്നാഹവർക്കുണ്ട്, സന്നാഹമുണ്ട്. എന്നിട്ട് ഈ ഇലക്ഷൻ കമ്മീഷൻ്റെ അത് 70 ലക്ഷം വോട്ടർമാർ അഡീഷണലായത് നമ്മുടെ മഹാരാഷ്ട്രയിൽ 70 ലക്ഷം വോട്ട് അഡീഷണലായി സാധാരണ കണക്കിനൊക്കെ കൂടുതലുണ്ടായത്. ഇത് എങ്ങനെ വന്ന് ചോദിക്കുക? ഈ രാഹുലിനെ പ്രതിപക്ഷം മുന്നിലേക്ക് സാധിച്ചോ? ഗാർഗിക്ക് സാധിച്ചോ? ഈ വോട്ടെണ്ണി തോറ്റ് കഴിയുമ്പോഴും ഒരു കണ്ണീര് അടിക്കും. അതാണ് കോടതി ചോദിക്കുന്നത്. നിങ്ങളത് വോട്ടെണ്ണി തോൽക്ക് മാത്രം EVM കാര്യം പറഞ്ഞത്, ജയിക്കുന്നതൊന്നും പറയുന്നില്ലല്ലോ. അത് ശരിയല്ലേ? പിന്നെ BJP ജയിക്കുന്ന എങ്ങനെയാണ് പറഞ്ഞു ഒരു കോൺഗ്രസ് അറിയില്ല. ഞാൻ ഒരിക്കൽ കൂടി പറയാം, ഗ്രാസ് റൂട്ട് അടിസ്ഥാന മേഖലയിൽ നിങ്ങൾക്ക് യൂണിറ്റ് ഇല്ല. BJP ചെയ്തറിയോ? ഒരു വോട്ടേഴ്സ് ലിസ്റ്റ്, ഇത് കേൾക്ക്, കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് കേൾക്ക്, വോട്ടേഴ്സ് ലിസ്റ്റിലെ ഒരു പേജ്, ഒരു കടലാസ് 2 പേജാണ്. 2 വശമില്ലാത്ത ഒരു സാധനം ലോകത്തില്ലല്ലോ. അപ്പോൾ ഒരു പേജ്, ഒരു വശം ഒരു പേജ്, ആ ഒരു പേജിന് പന്നലാൽ എന്ന് പറഞ്ഞിട്ട് ഒരു പേര്, അതിൽ ഒരു പേരാണ്. അത് മലയാളത്തിലെ പഞ്ഞല്ല, വേറെ പഞ്ഞാണ്, ഹിന്ദി പഞ്ഞാണ്. അങ്ങനെ ഒരാൾ വയ്ക്കും. ശ്രദ്ധിച്ച് കേൾക്കുക കോൺഗ്രസ്. ഈ കാക്കായെന്ന് കേൾക്കാൻ പറയാണ്, കാക്ക കേൾക്കുന്നത്. ഒരു ആളെ വയ്ക്കും, ഒരു പേജ്. അയാൾ സഹായിക്കുന്ന 12 പേര് വേറെ വയ്ക്കും. അപ്പോൾ മൊത്തം 13 പേരാണ്. ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് ഒരു പേജിൽ മൂടി വന്ന 250 വോട്ടർമാരെ പേര്. വീടല്ല, 250 വ്യക്തികൾ. 250 പേര് അനങ്ങിയാൽ ഈ 13 പേരിൽ അറിയാം. അതുപോലെ എത്ര യൂണിറ്റിൽ നമുക്ക് കമ്മിറ്റി ഉണ്ട്, ബൂത്ത് കമ്മിറ്റി ഉണ്ട് കോൺഗ്രസ്. എന്നിട്ട് ബൂത്ത് കമ്മിറ്റി ഇല്ലാത്തതുകൊണ്ടല്ലേ ഈ കോൺഗ്രസ് 543 സീറ്റുള്ള കോൺഗ്രസ് പാർലമെന്റിലേക്ക് ഈ രാഹുലും പ്രിയങ്ക ഇപ്പോൾ വന്നത്. അത് കൂട്ടുപിടിക്കാൻ ഈ ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗും. അപ്പോൾ അവരെങ്കിലും പറയണ്ടില്ലേ, സാറേ അത് ശരിയല്ല, ഞങ്ങളുടെ അടുത്തൊന്നും നിങ്ങൾ ജയിച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ അത് ഇന്ന ലെവലിൽ അതിൻ്റെ മോശമാവും. അതുകൊണ്ട് വന്ന് രാഹുലിനെ ഇന്ത്യയിലെ ഹിന്ദു സമുദായം ഒരു ഹിന്ദുവായിട്ട് ഒരിക്കലും കാണുന്നില്ല. രാഹുലിനെ സോണിയാഗാന്ധിയും പ്രിയങ്കൊന്നും അവർ കത്തോലിക്കായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. അത് ആദ്യം പറഞ്ഞു. പിന്നെ അവർക്ക് സപ്പോർട്ട് ചെയ്യാതാണ് 2% ക്രിസ്ത്യാനികൾ. അവർക്ക് ഒരു പരിഹാരം ചിലപ്പോൾ സഹായിക്കും. അതുകൊണ്ട് ഭരിക്കാൻ പറ്റുമോ? പിന്നെ 20% ന്യൂനപക്ഷങ്ങൾ. അവർക്ക് വോട്ട് ചെയ്യാൻ നല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഭരണം പിടിച്ചെടുക്കുമോ? അതുകൊണ്ടാണ് വടക്കേ ഇന്ത്യയിൽ ഒരു സീറ്റിൽ ജയിക്കാൻ പറ്റില്ലാത്ത ബോധ്യപ്പെട്ടതിൻ്റെ പേരിൽ കേരളത്തിൽ വയനാട്ടിൽ നിന്ന് മത്സരിച്ച് ജയിച്ചത്. ഇത്രയും നീചമായി പ്രവൃത്തി വേറെ ഉണ്ട് കോൺഗ്രസ്സുകാരെ. അന്തോണിയും പറഞ്ഞില്ല, അന്തോണി ഉമ്മൻചാണ്ടിയൊക്കെ മരിച്ചില്ല. നമ്മുടെ സദാശിവനും സുധീറിനൊക്കെ ഉണ്ടല്ലോ, സുധീറിനല്ല മറ്റേ പ്രതിപക്ഷ നേതാവൊക്കെ. നിങ്ങൾക്ക് ബുദ്ധിയുടെ അംശമുണ്ടോ? ഞാൻ കടുപ്പിച്ച് പറയാണ്, ബുദ്ധിയുടെ അംശം ഉണ്ടെങ്കിൽ 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഈ മുസ്ലിം ലീഗിന്റെ കാലിൻ്റെ അടിയിൽ എന്ന് പറഞ്ഞാൽ ഭാഷ തെറ്റാണ്, കാലിൻ്റെ അടിയിൽ നിന്ന് രാഹുലിനെയും പ്രിയങ്കയും പാർലമെന്റിൽ എത്തിക്കാൻ നോക്കിയ നിങ്ങളാണോ കോൺഗ്രസ് നേതാവ്? നിങ്ങളാണോ മുഖ്യമന്ത്രിയാകുന്നത്? നിങ്ങൾ ഒന്നും ആകാൻ പോകുന്നില്ല, 0 നിൽക്കണത്. ഇത്രയും കാലമായിട്ട് മനസ്സിലാകുന്നില്ലെന്ന്. 543 സീറ്റുള്ള ഇന്ത്യൻ പാർലമെന്റിലേക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പരമോന്നത നേതാവായ രാഹുൽ ഗാന്ധി പ്രിയങ്ക രണ്ടുപേരാൾ പോലും അവർക്ക് ഈ വയനാട്ടിൽ നിന്ന് മത്സരിക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ അത്രയും ഗതികേട്. ഞങ്ങളുടെ മറ്റു പക്ഷേ അത്ര നീചമായ, നികൃഷ്ടമായ, നിഷ്ഠൂരമായ, നിഷ്കരുണമായ ഒരു പ്രവൃത്തി ലോകത്തുണ്ടായിട്ടില്ല, ഒരു മാർഗമില്ല. അത്രയും പണ്ടത്രയും. എന്നിട്ട് ഈ നിമിഷം ഒരു കോൺഗ്രസ് മനസ്സിലാകുന്നുണ്ടോ? അപ്പം എന്താണ് അവർക്ക് വേറെ പണിയില്ല. ഈ അതാ പറഞ്ഞത്, ഇന്ത്യയിലെ ഇത് 85 അല്ലെങ്കിൽ 85% അല്ലെങ്കിൽ 80% ഹിന്ദു സമുദായത്തിൽ രാഹുൽ ഗാന്ധിക്ക് ഒരു ഹോൾഡും ഇല്ല. രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും ഹിന്ദുവായിട്ട് കണക്കാക്കുന്നില്ല. ഇനി പാരമ്പര്യം വെച്ച് നോക്കിയാൽ എന്തിവിടെ ഹിന്ദുവായിട്ട് എന്ത് ബന്ധം? അച്ഛനെടുക്കുന്നത്. അമ്മയാരാണ് രാഹുൽ ഗാന്ധിയുടെ? പിന്നെ സോണിയാഗാന്ധി, ഇറ്റലിക്കാരി, ഒരു കത്തോലിക്ക സ്ത്രീ. അച്ഛനോ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധിയുടെ അച്ഛനാരാണ്? നമ്മുടെ അദ്ദേഹം പാർസി ആണെങ്കിലും
അദ്ദേഹമാണ്. അതും ഹിന്ദുവായിട്ട് ബന്ധമില്ല. പിന്നെ എങ്ങനെ നിങ്ങൾ ഈ 80% ഹിന്ദുക്കളുള്ള രാജ്യത്തെ നേതാവായിട്ട് വരാൻ നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ്, എന്ത് അർഹതയാണത് പരസ്യമായിട്ട് ചോദിക്കണത്? അതായത് ഇവിടുത്തെ 80% ഹിന്ദുക്കൾ ചോദ്യം ഞങ്ങളുടെ ഗ്രൂപ്പ് വായിൽ കൂടി പറയാണ്. എന്ത് യോഗ്യത നിങ്ങൾക്കുള്ളത്? അങ്ങനെ ഉണ്ടായത് നിങ്ങൾ ഹിന്ദു ഭൂരിപക്ഷം മണ്ഡലത്തിൽ നിന്ന് വേണ്ടി പാർലമെന്റിൽ പോകാൻ. നിങ്ങൾ പദയാത്ര ആദ്യം വന്നവിടെ കന്യാകുമാരിയിൽ, അന്ന് എവിടെ നിങ്ങൾ ക്യാമ്പ് ചെയ്ത്? അവിടെ ഒരു കത്തോലിക്ക പള്ളിയിലാണ്, പള്ളി ഹാളിലൊക്കെയാണ്. അല്ലാതെ ഉറങ്ങാൻ കോച്ചുണ്ടായിരുന്നു. ഇതൊക്കെ ഇവിടുത്തെ ഇന്ത്യയിൽ ജനസമൂഹം നോക്കിയിട്ടേക്കാണെന്നേ. അപ്പൊ നിങ്ങളുടെയൊക്കെ കൂറ് എവിടെയാണെന്നുള്ളൂ. നിങ്ങൾ ആർക്ക് വേണ്ടി ചിന്തിക്കുന്നു, ആർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു മനസ്സിലാകുന്നുണ്ട്. ഹിന്ദു സഭ എത്ര മോശമാണ്, പണ്ട് അത് മോശമാണോ? സംഘപരിവാർ ഒരു പക്ഷെ അത് അവർ ഒരു മോശമായ ചിന്താഗതിയാണ്, അത് സമ്മതിക്കാം. പക്ഷെ അല്ലാത്തവിടെ ഹിന്ദുക്കളുണ്ടോ ഇന്ത്യയിൽ? നല്ല ബുദ്ധിയുള്ള മനുഷ്യസ്നേഹികളായ ബഹുകോടികൾ, ശതകോടികളുള്ള ഹിന്ദുക്കളുണ്ട്. അവരാണ് തീരുമാനിച്ചത്, അല്ല നിങ്ങളല്ല, സംഘപരിവാറും അല്ല. നിങ്ങൾക്ക് എന്ത് അർഹതയുണ്ട് ഹിന്ദു സമുദായ നേതാവാകാൻ? കാരണം 2% ബ്രാഹ്മിൻസ് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്ന് ഇവിടെ തെളിയിച്ചു. അങ്ങനെയാണ് നരസിംഹറാവുവിനെ എന്ത് പാടുപെട്ടാണ് എല്ലാ CBIയും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ വന്ന് എല്ലാവരും ഒതുക്കി പുള്ളി മാത്രമേ അങ്ങനെ ജയിച്ചു. ഇലക്ഷൻ നടന്നില്ല. അതിനുശേഷം മനസ്സിലാക്കിയ ഒരു കാര്യം, ഈ 2% ബ്രാഹ്മിൻസ് നിർത്തിയൊന്ന് ജയിപ്പിക്കാൻ പ്രയാസമാണെന്ന്. അത് വാര്യം കീറിയൊക്കെ അതിപ്പെടുന്ന ലിസ്റ്റാണ്. ആ സ്ഥാനത്ത് രാഹുൽ ഗാന്ധി ഇത്ര നിന്ന് നേതാവൊക്കെ പറയുന്ന ഈ കള്ള കോൺഗ്രസ്സുകാരെ തല്ലണ്ടേ? ഒരു മുന്നണി സമ്പ്രദായത്തിൽ കൂടെ ഇല്ലാതെ നിർത്തണ്ടേ? ഹരിയാനയിൽ, രാജസ്ഥാനിൽ, മറ്റ് പല സംസ്ഥാനങ്ങളിലും SP വന്ന് ഈ ആം ആദ്മി പാർട്ടി വന്ന് അവർക്കെല്ലാം അതിൻ്റെ ആനുകൂല്യം, അതിൻ്റെ വിഹിതം അനുസരിച്ചുള്ള സീറ്റോട് കൂടെ നിർത്തണ്ടേ? അത് അങ്ങനെ അവർ എടുക്കാതിരുന്നത് ഇവിടുത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംസ്ഥാന നേതാക്കളാണ്. ആ സംസ്ഥാന നേതാക്കളിൽ രാഹുൽ ഗാന്ധിക്ക് സ്വാധീനമില്ല എന്നല്ല തെളിയുന്നത്. ഇപ്പൊ ജാതി സെൻസസ് ഗ്രാസ് റൂട്ട് ലെവലില്, ഇത് അടിസ്ഥാന മറ്റ് ബൂത്ത് കമ്മിറ്റി ബൂത്തില്ലാത്തടത്ത് എന്ത് സെൻസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് എന്താ ഗുണമുള്ളത്? ഇപ്പോൾ 60-70 സാമാന്യ ബുദ്ധി പോയി നോക്കി, 70 ലക്ഷം വോട്ടർമാർ മഹാരാഷ്ട്രയിൽ കൂടി എന്ന് പറയുന്നു 6 മാസം കൊണ്ടായിട്ട്. അങ്ങനെ കൂടിയ നാൾ ഇലക്ഷൻ അറിയാൻ നിങ്ങൾ സംവിധാനം ഉണ്ടായില്ലേ? ഒരു സ്ഥാനാർത്ഥി ലിസ്റ്റിൽ നിന്ന് ഒരാൾ മാറിയാലും ഒരാൾ ചേർന്നാലും ആ ബൂത്ത് കമ്മിറ്റിക്ക് അറിയണ്ടേ? അങ്ങനെ നിങ്ങൾ ബൂത്ത് കമ്മിറ്റി ഉണ്ടോ? കേരളത്തിലുണ്ടോ? പിന്നെ ഇപ്പോൾ മഹാരാഷ്ട്ര, UP നിങ്ങൾ എന്താ ഇത്രയും കാലം ഇരുന്നത്? നിങ്ങൾ കോൺഗ്രസ് നേതൃത്വ തലപ്പത്ത് വരെ എന്ത് അർഹതയാണെന്ന് പറഞ്ഞത്? രാഹുൽ ഗാന്ധിക്ക് പ്രിയക്ക് എന്താ അർഹതയുള്ളത്? ഇപ്പോൾ കൊണ്ടെടുക്കുകയാണ് റോബർട്ട് വധേരെ കുരിച്ചിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞെന്നറിയോ, റോബർട്ട് വധേരോട് പ്രിയങ്കയോടും ഞങ്ങൾക്ക് യാതൊരു ഇഷ്ടക്കുറവില്ല. പക്ഷെ ഇന്ത്യ മഹാരാജ്യത്തിൽ വോട്ട് കിട്ടിയെങ്കിൽ ഒരാൾക്ക് ഒരു വോട്ടുള്ളൂ. ഭൂരിപക്ഷം വോട്ട് കിട്ടിയാലേ ഭരിക്കാൻ പറ്റുള്ളൂ. അട്ടിമറി ഉണ്ട്, അതൊക്കെ ശരിയാണ്, അതൊക്കെ എല്ലാ സ്ഥലത്തും ഉണ്ട്. അതൊക്കെ വോട്ട് കഴിഞ്ഞില്ല, മുമ്പ് പറയണം. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള പഴഞ്ചലുണ്ടല്ലോ. വരുന്നതിനേക്കാൾ മുമ്പ് വരാതെ നോക്കലാണെന്ന് പച്ച മലയാളം പറഞ്ഞ പ്രൈഡ് ഗോസ് ബിഫോർ എ ഫാൾ. അഹങ്കാരത്തിന് വീഴ്ചയുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിച്ചല്ലേ. ഇംഗ്ലീഷ് മാത്രം മലയാളത്തിലുണ്ടല്ലോ. അപ്പം നിങ്ങൾ മുൻകരുതലെടുക്കണ്ടേ? പഞ്ചാബ്, ഡൽഹിയിൽ ഇലക്ഷൻ വരുന്നുണ്ട്, അവിടെ ബൂത്ത് കമ്മിറ്റി ഉണ്ടോ, സ്ഥാനാർത്ഥി ഉണ്ടോ, ആർക്ക് കൊടുക്കണം? ഇവിടെ 20% മുസ്ലിങ്ങളെ ഇന്ത്യയിലെ ആദ്യത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 36 കോടി ജനസംഖ്യ ആകെ ഉണ്ടായാലും 36% വോട്ടും ചെയ്തുള്ളൂ. അതിലല്ല ആകെ വോട്ടർമാരിൽ. അതിലാണ് ഒരു നെഹ്റു മുഖ്യമന്ത്രി ആയത്, അല്ല പ്രധാനമന്ത്രി ആയത്. ആ ഇലക്ഷനിൽ 100 MP മുസ്ലിം സമുദായത്തിൽ നിന്ന് 36 കോടി ആകേണ്ടേ ഉള്ളൂ. അത് ഇന്ന് 150 കോടിയായിട്ട് 150 കോടി എടുത്ത് വന്നിട്ട് എത്രയുണ്ട്? ഒരു ഡസൻ പോലും ഇല്ല. ഇതിൽ കോൺഗ്രസിൽ ഉത്തരം പറയേണ്ടത്. കാരണം ഈ 90% മുസ്ലിങ്ങൾ കോൺഗ്രസിന്റെ കൂടെയാണ് കൈപ്പത്തി വോട്ട് ചെയ്യുന്നവരാണ്. ഇത് നിങ്ങൾ ഉത്തരം എവിടെയും പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഈ സമുദായത്തിൽ ആൾക്കാർ കുറഞ്ഞു പോകുന്നത്? അവനവന്റെ പാർട്ടി BJP ഇല്ലാത്തതല്ലേ ചോദിക്കണ്ടേ? കോൺഗ്രസ് എന്തുകൊണ്ട് കുറയുന്നു? അന്തോണി പറയടോ, അന്തോണി. ഞാൻ അന്തോണി ചോദിക്കുന്നത്, അന്തോണി മരിച്ചാലും ചോദിക്കും. ഞാനാണ് ആദ്യം അവസാനം മരിക്കുന്നത്, ഞാൻ ചോദിക്കും. അന്തോണി 40 വർഷക്കാലം സോണിയ അങ്ങനെ തലപ്പത്ത് പോയിരുന്ന് കോൺഗ്രസ് ഉണ്ടാക്കിയാൽ എന്തുണ്ടായി? 20% മുസ്ലിങ്ങൾക്ക് നിങ്ങൾ എന്താ കൊടുത്തതെന്ന് നിങ്ങൾ നോക്കണ്ടോ? മുസ്ലിമിന്റെ വാക്ക് രാഹുൽ ഉച്ചരിക്കാറുണ്ടോ? ഈ അന്തോണി ഉച്ചരിക്കാറുണ്ടോ?
RSS ഒരു വാക്കും മുസ്ലിം ഒരു വാക്കും ഈ അന്തോട് ഉച്ചയിക്കാറുണ്ടോ? വേണ്ട, ഉമ്മൻചാണ്ടി ഉച്ചയിച്ചിട്ടുണ്ടോ? പകൽ കോൺഗ്രസ് രാത്രി RSS ആണെന്ന് പറഞ്ഞ ആന്റണി പറഞ്ഞ പോലെ ഈ കോൺഗ്രസ് പലരും ഇപ്പോഴല്ലേ പലവരെയും പിന്നെ ഹിപ്നോട്ടിസ് ചെയ്താണല്ലോ. പലവരും ഉള്ളിൽ RSS കളസം കിടപ്പുണ്ടടിയിൽ അവർ കോൺഗ്രസ് പറയുകയും ചെയ്യും. അതിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘങ്ങളിൽ സംഘപരിവാർ ധാരണ അതാണ് ഇപ്പം കുറ്റം. നിങ്ങൾ ഇത്ര കാലം ചെയ്തൊന്നും കുഴപ്പമില്ല, എല്ലാം പറയാണ്. ഇതൊക്കെ ചെയ്തോ എന്നിട്ട് ഭരണം നിലനിർത്താൻ ഇവിടെ ഒന്നുമില്ലെന്നേ. നമ്മൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്പനി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ഇന്ത്യയാണ്. ഈ ട്രാൻസ്പോർട്ട് കമ്പനിയിൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ വരെ TCI, പിന്നെയുള്ള എക്കണോമിക് ട്രാൻസ്പോർട്ട് ഓർഗനൈസേഷൻ ETO. അപ്പോൾ ETO എൻ്റെ ഏജൻസി എടുത്ത് തുടങ്ങി നമ്മുടെ സുഹൃത്ത് ആലുവയിൽ. അപ്പോൾ അദ്ദേഹം ഈ SP ആചാര്യ, RK ആചാര്യ, BP ആചാര്യ, 3 ആചാര്യാണ് ഹരിയാനക്കര. ഞങ്ങളിതിൻ്റെ ആരാന്ന് ചോദിച്ചു പറയണത്. അപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ മുതലാളിയാന്ന് പറഞ്ഞു. നമ്മൾ കുഴപ്പമില്ല, നമുക്ക് പൈസ ബില്ലോടെ എത്തിക്കോളും മാസം മാസം. നിങ്ങൾ മുതലാളിയാന്ന് പറഞ്ഞ് കുഴപ്പമില്ല. അല്ല, നിങ്ങൾ ഭരണം നിലനിർത്താൻ ഇതൊന്നും പറയില്ല. നിങ്ങൾ എന്തെങ്കിലും ആവട്ടെ, കത്തോലിക്ക കോൺഗ്രസോ മറ്റേ കോൺഗ്രസോ ഇന്ത്യൻ യൂണിയൻ പലപ്പോഴും ലീഗോ ആരും ആയിക്കോട്ടെ, ഭരണം നിലനിർത്തുകയാണെങ്കിൽ. ഇത് കേരളത്തിൽ ലീഗ് വിചാരിച്ച് ഭരണം നിൽക്കുന്നില്ല. 2 ടേം കേട്ടേ കേന്ദ്രത്തിൽ കോൺഗ്രസ് നടക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ കത്തോലിക്ക കോൺഗ്രസും ഇന്ത്യൻ യൂണിയൻ പലപ്പോഴും ലീഗ് എന്നൊക്കെ പറയാം. അല്ലെങ്കിൽ പറയുമോ നിങ്ങൾ ഭരണം നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മളൊന്നും പറയില്ല. അത് പെണ്ണുമ്പോൾ പറഞ്ഞ് നിങ്ങൾ ഏതെങ്കിലും പെണ്ണ് പിടിക്കാൻ പോയിക്കോളോ, എനിക്ക് കൂടെ കാശ് വേണം, ഞാൻ 100 വെച്ച് നിങ്ങൾ 200 വേണം, നിങ്ങൾ എവിടെയും പോയി പെണ്ണ് പിടിച്ചതല്ല മിക്ക ഭാര്യമാരും പറയുന്നത്. പെണ്ണ് പിടിക്കുന്ന നല്ല ഇവിടെ കുഴപ്പം ഭാര്യമാർക്ക്, അവർക്ക് കാശ് കിട്ടാത്തതിലാണ്. അപ്പോൾ നിങ്ങൾ ഭരണം നിലനിർത്തുകയാണെങ്കിൽ ഇതൊന്നും പറയില്ല. നിങ്ങൾ ആരൊന്നും പറയില്ല, രാഹുലിനെ പറയില്ല, സോണിയുടെ ഒന്നും പറയില്ല, പൂജിച്ചുകൊണ്ട് എടുക്കും. ഇത് ഭരണം കളയുന്നു മണ്ഡലത്തിൽ കാണിച്ചിട്ട്. അതാണ്. ഇനി വല്ലതും പറയാനുണ്ടോ? എന്താ പറയാ? എന്നിട്ടിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ മനസ്സിലിരിക്കുന്നത് VM സുധീരാണെന്ന് എഴുതി തള്ളിയ പാവം പോവില്ല. വയസ്സായി, പല അസുഖങ്ങളോട്. എത്ര വയസ്സായി? 85 വയസ്സുണ്ടെന്ന്. ഞാനൊക്കെ ഉള്ള കാലത്ത് നല്ല പ്രായമുള്ളതാണ്. അദ്ദേഹത്തെ നിർത്താൻ പോകുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞായിട്ട് ഒരു വാദം ഞാൻ കയറിയപ്പോൾ കണ്ട്. അപ്പോൾ എൻ്റെ പൊന്ന് രാഹുൽ, ഈ ഒറ്റ കാര്യം പറയാനുള്ളൂ. നിങ്ങൾ വിചാരിച്ച കൂട്ടിയാൽ കൂടില്ല. അത് നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ആ സോണിയ കുടുംബം ഒന്ന് മാറി നിൽക്കും തൽക്കാലം. എന്നിട്ട് ആരെങ്കിലും ഏൽപ്പിക്കുക, ഇത് നയിച്ചുകൂടി പോട്ടെ, വളർന്നു വരട്ടെ. നിങ്ങൾ അവിടെ ദയവ് ചെയ്ത് മാറി നിൽക്കണമെന്ന് വിനീതമായി ഇന്ത്യയിലെ 150 കോടി ജനങ്ങൾക്ക് കൂടി പറയാണ്. മറ്റാരെങ്കിലും ഇത് ഏൽപ്പിച്ചിട്ട് മാറി നിൽക്കും 5 വർഷത്തേക്ക്. അത് കഴിഞ്ഞിട്ട് പാർട്ടി വളർന്നു വരുമ്പോൾ നിങ്ങൾക്കൊന്ന് പിന്നെ പ്രധാനമന്ത്രിയോ പ്രസിഡന്റോ എന്ത് വേണമെങ്കിലും ആകാം, ഒരു കുഴപ്പം. നിങ്ങളോട് വേറെ മറ്റു രാജ്യമൊന്നുമില്ല. ഒരു 5 വർഷം മാറി നിൽക്കും. ഇത്രയും കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് നിർത്താൻ. നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.